ഹായ് ഫ്രണ്ട്സ്, പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഭാവന വിളിച്ച പ്രകാരം അജിത് സാറ് സ്റ്റേഷനിലേക്ക് വന്നിട്ട് SIയോട് സംസാരിക്കേണ്ടോ, സൂര്യയുടെ പേരിൽ എന്ത് കേസാണ് ചാർത്തിയിട്ടുള്ളത്, നിങ്ങൾ എന്താണ് സൂര്യയ്ക്ക് ജാമ്യം അനുവദിക്കാത്തത് എന്നൊക്കെ ചോദിക്കുകയാണ്. അങ്ങനെ SI അജിത് സാറിനെ കാണുമ്പോൾ, സാർ ഞങ്ങൾ FIR ഇട്ട് കഴിഞ്ഞു, ഇനി കോടതിയിൽ വെച്ച് മാത്രമാണ് ജാമ്യത്തിൻ്റെ കാര്യങ്ങളൊക്കെ ചെയ്യാൻ പറ്റുകയുള്ളൂ എന്ന് പറയാണ്. അപ്പോൾ സൂര്യയുടെ പേരിൽ എന്ത് കേസാണ് ഇപ്പോൾ കൊടുത്തിട്ടുള്ളത്, എനിക്കൊന്ന് കാണണമെന്നും പറഞ്ഞ് അജിത് സാർ അത് വായിച്ചു നോക്കേണ്ടോ. അപ്പോൾ അജിത് സാറിന് കാര്യം മനസ്സിലാവുകയാണ്. എല്ലാ പഴുതുകളും അടച്ചുകൊണ്ട് തന്നെയാണ് സൂര്യയ്ക്ക് നേരെ ഇവർ കേസ് ഫയൽ ചെയ്തിട്ടുള്ളത് എന്നൊക്കെ മനസ്സിലാവുകയാണ്. അങ്ങനെ സൂര്യയെ കാണണമെന്നും പറഞ്ഞ് അജിത് സാർ നേരെ സൂര്യയുടെ അടുത്തേക്ക് ചെല്ലാണ്ടോ. എന്നിട്ട് കാര്യങ്ങളൊക്കെ ചോദിച്ചറിയണം. അപ്പോൾ സൂര്യ പറയുന്നുണ്ട്, ഞാൻ ആദ്യമായിട്ടാണ് ഈ സുജിത് മേനോനെ പരിചയപ്പെടുന്നത്. എൻ്റെ അമ്മയുടെ ഫ്രണ്ടാണ് സുജിത് മേനോനെ പരിചയപ്പെടുത്തിയതും വില്ലയുടെ കാര്യത്തിന് വേണ്ടി കോൺട്രാക്റ്റിൽ സൈൻ ചെയ്യുകയൊക്കെ ചെയ്തത്. പക്ഷേ ഇയാൾ പറയുന്നത് പോലെ ഞാൻ അയാളെ ചീറ്റ് ചെയ്തിട്ടൊന്നുമില്ല. അമ്മയുടെ കാര്യത്തിന് വേണ്ടി സൂര്യപ്രഭയിലേക്ക് പോയ സമയത്ത് പറഞ്ഞ സമയത്ത് പണി തുടങ്ങാൻ എനിക്ക് കഴിഞ്ഞില്ല, അതുമാത്രമാണ് ഞാൻ ചെയ്തത് എന്ന് പറയാണ്. അങ്ങനെ അജിത് സാറ് പറയുന്നുണ്ട്, ഇതൊക്കെ ഇവരുടെ ഒരു കളിയാണ്. ഇങ്ങനെ ചില ആളുകളെ എനിക്കും അറിയാം. ഞാൻ കുറേ കാലമായില്ലേ ഈ യൂണിഫോം ഇട്ടിട്ട്. ഇതിൽ നിന്നെ തന്നെ കുടുക്കിയത് തന്നെയാണ്. ഇതിൽ മറ്റാരോ ഉണ്ട്, എന്തോ ഒരു ലക്ഷ്യമുണ്ട്. അതുകൊണ്ടാണ് അയാൾ ഈ സമയത്ത് തന്നെ നിനക്കെതിരെ കേസ് കൊടുത്തതും നിന്നെ അറസ്റ്റ് ചെയ്യിപ്പിച്ചതും. ഇനി 2 ദിവസത്തേക്ക് കോടതിയില്ല. അത് മനസ്സിലാക്കിയിട്ട് തന്നെയാണ് ഇങ്ങനെ ഒരു ചതി ചെയ്തത് എന്നൊക്കെ അജിത് സാറ് പറഞ്ഞു കൊടുക്കേണ്ടോ. അപ്പോൾ സൂര്യയ്ക്ക് തൽക്കാലത്തേക്ക് ജാമ്യം കിട്ടുകയില്ല. അങ്ങനെ പഴുതുകൾ അടച്ചുകൊണ്ടാണ് അയാൾ ഈ കരു നീക്കിയിട്ടുള്ളത് എന്നും പറഞ്ഞ് അജിത് സാറ് അവിടെ നിന്നും പോവുകയാണ്. എന്നിട്ട് ദേവനോടും ഭാവനയോടും കാര്യം പറയുകയാണ് കേട്ടോ. ഇതിലെന്തോ ചതി, ആരോ മറഞ്ഞിരുന്ന് കളിക്കുകയാണ്, സൂര്യയോടുള്ള പക തീർക്കാൻ വേണ്ടിയിട്ടാണ് എന്നൊക്കെ പറഞ്ഞ ശേഷം അജിത് സാറ് അവിടെ നിന്നും പോവുകയാണ്. അപ്പോൾ സൂര്യ പറഞ്ഞിട്ടുണ്ടാവും, എനിക്കും അങ്ങനെ തോന്നുന്നുണ്ട്, ഇതിലെന്തോ ഒരു ചതിയുണ്ട് എന്നുള്ളത് എനിക്ക് മനസ്സിലായിട്ടുണ്ട് സാറേ എന്ന് അജിത് സാറിനോട് സൂര്യയും പറഞ്ഞിട്ടുണ്ടാവും കേട്ടോ. അങ്ങനെ നേരെ വീട്ടിലേക്ക് ഭാവനയും ദേവനും കൂടിയിട്ട് ചെല്ലുകയാണ്. ആ സമയത്ത് ജയൻ നിർമ്മലയും മാനസയും മാനസയുടെ അച്ഛനും അമ്മയും ഒക്കെ ഉണ്ടാവും. അങ്ങനെ ജയൻ നിർമ്മല എവിടെ, സൂര്യ എവിടെ എന്ന് ദേവനോട് സൂര്യയ്ക്ക് ജാമ്യം കിട്ടി എന്ന് ദേവൻ പറയട്ടോ. അത് കേട്ടതോടുകൂടി ജയൻ നിർമ്മലക്ക് അങ്ങ് ദേഷ്യം വരികയും സങ്കടം സഹിക്കാൻ വയ്യാതെയും ഭാവനയുടെ നേരെ പൊട്ടിത്തെറിക്കുകയാണ്. അപ്പോൾ ഭാവന പറയുന്നുണ്ട്, ഇനി 2 ദിവസം കോടതി ഇല്ലാത്തത് കൊണ്ട് തന്നെ സൂര്യയ്ക്ക് തൽക്കാലത്തേക്ക് ജാമ്യം അനുവദിക്കില്ല. ഇനി കോടതിയിൽ വെച്ച് മാത്രമാണ് സൂര്യയ്ക്ക് സൂര്യയുടെ നിരപരാധിത്വം തെളിയിച്ച് ജാമ്യം അനുവദിക്കുകയുള്ളൂ എന്നൊക്കെ പറയുമ്പോൾ, നിനക്കിപ്പോൾ തൃപ്തിയായില്ലേ എന്ന് ജയൻ നിർമ്മല ഭാവനയോട് ചോദിക്കാട്ടോ. അപ്പോൾ ഭാവന പറയും, എന്താ ആൻറ്റി പറഞ്ഞു വരുന്നത്, നീ കാരണമാണ് എൻ്റെ സൂര്യയ്ക്ക് ഇതുപോലത്തെ ഒരു അവസ്ഥ വന്നത്. നിന്നെ കല്യാണം കഴിച്ച അന്ന് തുടങ്ങിയതാണ് എൻ്റെ സൂര്യയുടെ കഷ്ടകാലം. നീ അറിയാതെ ഒരിക്കലും OTP ആർക്കും പറഞ്ഞു കൊടുക്കും, നീയാണ് സൂര്യയുടെ ഫോണൊക്കെ ഉപയോഗിക്കാറുള്ളത് എന്നും പറഞ്ഞ് കുറ്റപ്പെടുത്താൻ കേട്ടോ. അപ്പോൾ ഭാവന ചോദിക്കുന്നുണ്ട്, എന്താ ആൻറ്റി പറയുന്നത്, എന്താണ് ആൻറ്റി ഉദ്ദേശിക്കുന്നത് എന്നൊക്കെ. നീ അറിയാതെ ഒരിക്കലും സൂര്യയുടെ അക്കൗണ്ടിലുള്ള 10 കോടി രൂപ പോവുകയില്ല എന്ന് പറയുമ്പോൾ, അല്ല ആൻറ്റി എന്താ ഉദ്ദേശിക്കുന്നത്, ആൻറ്റി പറഞ്ഞു വരുന്നത് എന്താ, എനിക്ക് മനസ്സിലാകും. അപ്പോൾ ജയനിർമ്മല വീണ്ടും പറയുകയാണ്, നിന്റെ വല്യച്ഛനെയും വല്യമ്മയെയും സഹായിച്ചത് നീ തന്നെയായിരിക്കും. വീട് തിരിച്ചു കൊടുത്തത് നീയാണ്. അത് എങ്ങനെ നിനക്ക് സാധിച്ചു? അപ്പോൾ നീ തന്നെയാണ് അവരെ സഹായിച്ചിട്ടുണ്ടാവുക. അതുപോലെ ഭാമയും കുഞ്ഞുമൊക്കെ ഇപ്പോൾ അംബാലികയുടെ വീട്ടിലാണുള്ളത്. അപ്പോൾ അംബാലികയ്ക്കും നീ നല്ലൊരു തുക കൊടുത്തിട്ടുണ്ടാവും. അതുകൊണ്ടാണ് ഭാമയെ ഇപ്പോൾ അവിടേക്ക് കയറ്റിയിട്ടുള്ളത്. അല്ലാതെ അംബാലിക ഒരിക്കലും ഭാമയെ അവിടെ കയറ്റില്ല എന്നും പറഞ്ഞിട്ടാണ് കേട്ടോ ഭാവനയെ കുറ്റപ്പെടുത്തുന്നത്. അത് കേൾക്കും ഭാവനയ്ക്ക് അങ്ങ് ദേഷ്യം വരികയാണ്. അപ്പോൾ അങ്കിൾ, എന്താണ് ഈ ആൻറ്റി പറയുന്നത്, ആൻറ്റിക്ക് എന്താ വേറെ വല്ല അസുഖവും ഉണ്ടോ, എന്തൊക്കെയാണ് ഈ വിളിച്ച് പറയുന്നത്? വല്യച്ഛനെയും വല്യമ്മയെയും ഞാൻ അവരുടെ വീട്ടിലേക്ക് കയറ്റിയിട്ടുണ്ടെങ്കിൽ അത് എന്താണ് കാരണം, എങ്ങനെയാണ് കയറ്റിയത് എന്നൊന്നും നിങ്ങൾ അറിയേണ്ട ആവശ്യമില്ല. നിങ്ങളോട് പറയാനും എനിക്ക് താല്പര്യമില്ല. പക്ഷേ ഒരു കാര്യം ഞാൻ പറയാം ആൻറ്റി ഇപ്പോൾ എന്നെ കുറ്റപ്പെടുത്തി സംസാരിച്ചു. എൻ്റെ സൂര്യയെ എനിക്ക് ചതിക്കേണ്ട ഒരു ആവശ്യവുമില്ല. പിന്നെ 10 കോടി രൂപയൊന്നും എനിക്ക് എടുക്കേണ്ട ആവശ്യമില്ല. ആൻറ്റിക്ക് എൻ്റെ സ്വഭാവത്തെക്കുറിച്ച് ശരിക്കും അറിയാവുന്നതല്ലേ. ആ ആൻറ്റി തന്നെ എന്നെ ഇങ്ങനെ കുറ്റപ്പെടുത്തി സംസാരിക്കരുത്. ഇതിപ്പോൾ എൻ്റെ ഒരു വാശി കൂടി തന്നെയാണ്. സൂര്യയെ ചതിച്ചത് ആരാണെന്നുള്ളത് ഞാൻ കണ്ടെത്തുക തന്നെ ചെയ്യും. സൂര്യയുടെ ഫോണിലുള്ള OTP ഈ വീട്ടിൽ നിന്നുമാണ് പോയിട്ടുള്ളത്. അതുകൊണ്ട് തന്നെ ഞാനത് കണ്ടെത്തും എന്നും പറഞ്ഞ് വാശി പിടിച്ച് വെല്ലുവിളിച്ചുകൊണ്ട് തന്നെ ജയനിർമ്മലയെ വെല്ലുവിളിച്ചിട്ട് അകത്തേക്ക് കയറി പോവുകയാണ് കേട്ടോ ഭാവന. അപ്പോൾ ജയനിർമ്മലയും പറയുന്നുണ്ട്, ഇതിൻ്റെ പുറകിൽ
ആരാണ് കളിച്ചത് എന്നുള്ളതിൽ അതിൽ ഭാവനയാണ് എന്നുണ്ടെങ്കിൽ എൻ്റെ സൂര്യ ഒന്ന് പുറത്ത് ഇറങ്ങിക്കോട്ടെ, എന്നിട്ട് ആ 10 കോടി രൂപ ഞങ്ങൾ തിരിച്ചു മേടിച്ചിരിക്കും. അത് കഴിഞ്ഞാൽ പിന്നെ എന്താണ് ഇവിടെ ഉണ്ടാകാൻ പോകുന്നുള്ളത് എന്ന് നമുക്ക് കാണാമെന്നും ജയനിർമ്മലയും വെല്ലുവിളിക്കാൻ കേട്ടോ. അങ്ങനെ ജയനിർമ്മലയുടെ ഭാവനയാണ് ആ 10 കോടി രൂപ എടുത്തിട്ടുള്ളത് എന്നാണ് മനസ്സിലുള്ളത്. അപ്പോൾ ഭാവനയെ ഇങ്ങനെ കുറ്റപ്പെടുത്തി സംസാരിക്കുമ്പോൾ ആ സമയത്ത് മാനസ പറയുന്നുണ്ട്, ആൻറ്റി എന്താ ഇങ്ങനെയൊക്കെ സംസാരിക്കുന്നത്, ഭാവന അങ്ങനെയുള്ള ആളല്ല, ഭാവനയുടെ സ്വഭാവം ആൻറ്റിക്ക് ശരിക്ക് അറിയാവുന്നതല്ലേ എന്ന് മാനസ ഭാവനയുടെ ഭാഗത്ത് നിന്നും സപ്പോർട്ടായി സംസാരിക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ അത് കേൾക്കുമ്പോൾ മാനസയുടെ അച്ഛനും അമ്മയും ഭാവനയെ കുറ്റപ്പെടുത്തിയിട്ട് ജയനിർമ്മലയുടെ കൂടെ നിൽക്കുന്നുണ്ട്. അങ്ങനെ ജയനിർമ്മല പറയുന്നതിലും കാര്യമുണ്ട്, ഇതിൽ ഭാവനയ്ക്ക് എന്തോ പങ്കുണ്ട് എന്നൊക്കെയാണ് കേട്ടോ അവർ കൂടി സംസാരിക്കുന്നത്. അപ്പോൾ മാനസ പറയുന്നുണ്ട്, അച്ഛനും അമ്മയും ഒന്ന് വെറുതെ ഇരിക്കുന്നുണ്ടോ എന്ന് പറഞ്ഞ് അവരോട് മിണ്ടാതിരിക്കാൻ വേണ്ടിയിട്ട് മാനസ പറയാം കേട്ടോ. അപ്പോൾ അതെല്ലാം തന്നെ അവർ 3 പേരും കൂടി പ്ലാൻ ചെയ്തിട്ട് അവിടെ അഭിനയിക്കുന്ന ഒരു നാടകമാണ്. ജയനിർമ്മലയുടെ കൂടെ നിൽക്കുന്നത് പോലെ അഭിനയിച്ചാൽ ഒരു സംശയവും ജയനിർമ്മലയ്ക്ക് നമ്മളാണ് ഇതിൻ്റെ പുറകിലെന്ന് തോന്നില്ല, അതിന് ഇങ്ങനെ ചെയ്തേ മതിയാവൂ എന്നൊക്കെയാണ് കേട്ടോ മാനസയുടെ അച്ഛനും അമ്മയും മാനസയോട് പറഞ്ഞിട്ടുണ്ടാവുക. അപ്പോൾ മാനസ പറയുന്നുണ്ട്, ഭാവന അത്രയ്ക്ക് പൊട്ടിയൊന്നുമല്ല, ഭാവനയ്ക്ക് എന്നിൽ നല്ല സംശയം ഉണ്ടാവാൻ സാധ്യതയുണ്ട്. ഞാനും സൂര്യയും അത്രയ്ക്ക് അടുപ്പമുള്ളത് കൊണ്ട് തന്നെ സൂര്യയുടെ ഫോണ് ഞാനുകൂടി ഉപയോഗിക്കും എന്നുള്ള കാര്യം ഭാവനയ്ക്ക് നന്നായിട്ട് അറിയാം. അതുകൊണ്ട് എത്രയും പെട്ടെന്ന് തന്നെ ഭാവനയ്ക്ക് എന്നിൽ സംശയം വരാൻ സാധ്യതയുമുണ്ട്. ഭാവന എന്നോടത് ചോദിക്കാനും സാധ്യതയുണ്ട്. അപ്പോൾ അതിനെന്തെങ്കിലും ഒരു ഉപായം കണ്ടെത്തുവാനാണ് ഇപ്പോൾ മാർഗമുള്ളൂ. അപ്പോൾ ആൻറ്റിക്കൊരു സംശയം വരാതിരിക്കാൻ വേണ്ടിയിട്ട് നിങ്ങൾ ഇങ്ങനെയൊരു നാടകം കളിക്കണമെന്ന് മാനസ് കൂടി പറഞ്ഞിട്ടുണ്ടാവും കേട്ടോ. മാനസയുടെ അച്ഛനോടും അമ്മയോടും ആ ഒരു കാര്യം തീരുമാനിച്ചത് കൊണ്ടാണ് ജയനിർമ്മലയുടെ കൂടെ നിന്ന് മാനസയുടെ അച്ഛനും അമ്മയും അഭിനയിച്ചിട്ട് അങ്ങനെ ഭാവന റൂമിൽ പോയ ശേഷം ഭാവന അങ്ങനെ പൊട്ടിക്കരയാണ്. ഓരോ കാര്യങ്ങളും ഓർത്തോർത്ത് ഭാവന കരയാണ് കേട്ടോ. ഭാവനയുടെ കഴുത്തിൽ നിന്നും താലി ഊരിപ്പോയ സൂര്യക്ക് ഇങ്ങനെ ഒരു അപകടം വരാൻ വേണ്ടിയിട്ടാണ്, അതിനുള്ള സൂചനയായിരുന്നു അന്ന് എൻ്റെ കഴുത്തിലെ താലി വീണത് എന്നൊക്കെ ഇങ്ങനെ ഭാവന ഓർക്കുകയാണ് കേട്ടോ. അങ്ങനെ ഭാവന ഓരോ കാര്യവും ഓർക്കുകയാണ്, എന്നിട്ട് പൊട്ടിക്കരയുക തന്നെയാണ് ചെയ്യുന്നത്. സൂര്യയാണെങ്കിൽ പൊട്ടിക്കരയുക തന്നെയാണ് ഭാവനയെക്കുറിച്ച് ഓർത്തിട്ട്. പാവമാണ് ഭാവന, ഭാവന ഇപ്പോൾ എത്രമാത്രം അധികം വിഷമിക്കുന്നുണ്ടാവും എന്നൊക്കെയാണ് കേട്ടോ സൂര്യയും സെല്ലിനകത്ത് കിടന്ന് ആലോചിക്കുന്നത്. ഭാവനയ്ക്ക് ഇത് എങ്ങനെ താങ്ങാൻ കഴിയും എന്നുള്ള ചിന്തയാണ് കേട്ടോ സൂര്യയുടെ മനസ്സിൽ. ഈ കാരണം കൊണ്ട് അമ്മ ഭാവനയെ ഒരുപാട് കുത്തി നോവിക്കുന്നുണ്ടാവും എന്നൊക്കെയാണ് കേട്ടോ സൂര്യ ചിന്തിക്കുന്നത്. അങ്ങനെ സൂര്യ പൊട്ടിക്കരയുകയാണ്. അങ്ങനെ പിറ്റേ ദിവസം രാവിലെ തന്നെ ഭാവനയ്ക്ക് ഗായത്രി വിളിക്കാൻ കേട്ടോ. എന്നിട്ട് മോളെ, എന്താണ് നീ സേതുവിൻ്റെ കൂടെ ഇവിടേക്ക് വരാതിരുന്നത്? നിനക്ക് ഇവിടേക്ക് വരാതിരുന്നില്ലേ? നീ അവിടെ സങ്കടപ്പെട്ട് ഇരിക്കുന്നത് എന്തിനാണ്? പിന്നെ നിന്നെ ഒരുപാട് ജയനിർമ്മല കുറ്റപ്പെടുത്തുന്നൊക്കെ ഉണ്ടാകുമല്ലോ എന്നൊക്കെ പറഞ്ഞിട്ടാണ് കേട്ടോ വിളിക്കുന്നത്. അപ്പോൾ ഭാവന പറയുന്നുണ്ട്, അത് ശരിയാണ് അമ്മേ, ഞാൻ വരാതിരുന്നത് മനഃപൂർവ്വമാണ്. ജയനിർമ്മല ആൻറ്റി ഞാൻ അവിടേക്ക് വന്നു കഴിഞ്ഞാൽ എന്നെ കുറ്റപ്പെടുത്താനാണ് സാധ്യതയുള്ളൂ. ഇപ്പോൾ തന്നെ സൂര്യക്ക് ഇത് വന്നത് ഞാനാണ് കാരണം എന്നൊക്കെയാണ് പറഞ്ഞ് എന്നെ കുറ്റപ്പെടുത്തുന്നത് എന്നും പറഞ്ഞ് ജയനിർമ്മല പറഞ്ഞ എല്ലാ കാര്യവും ഗായത്രിയോട് പറയുകയാണ് കേട്ടോ. അപ്പോഴാണ് അവിടേക്ക് സേതു വരുന്നത്. എന്നിട്ട് ആരാണ് അമ്മേ എന്ന് ചോദിക്കുകയാണ് കേട്ടോ സേതു. അപ്പോൾ അത് ഭാവനയാണ് എന്ന് പറയുകയാണ്. അപ്പോൾ ഭാവന സേതുവേട്ടൻ വന്നിട്ടുണ്ടോ എന്ന് ചോദിക്കുകയാണ് കേട്ടോ. ആ ഉണ്ട്, എൻ്റെ അരികിലുണ്ട് എന്ന് പറയുമ്പോൾ എന്നാൽ ഫോൺ ഒന്ന് സ്പീക്കറിലിട് എന്ന് പറഞ്ഞിട്ട് ഫോൺ സ്പീക്കറിലിട്ടിട്ട് ഭാവന സംസാരിക്കുകയാണ്. ജയനിർമ്മല പറഞ്ഞ കാര്യങ്ങളൊക്കെ ഞാനാണ് ഈ 10 കോടി രൂപ എടുത്തത്, വെല്ലിച്ചിനെയും വെല്ലിമ്മയെയും ഞാനാണ് ഇതിന് സഹായിച്ചത്, അവർക്ക് വീട് തിരിച്ചു കൊടുത്തത് ഞാൻ ഈ 10 കോടി രൂപ എടുത്തിട്ടാണ് എന്നൊക്കെയാണ് പറയുന്നത്. അങ്ങനെയൊക്കെ ജയനിർമ്മല ആൻറ്റി എന്നെ ഓരോ തരത്തിലായിട്ട് ഓരോന്ന് കുറ്റപ്പെടുത്തിക്കൊണ്ടിരിക്കുക എന്ന് പറയുമ്പോൾ സേതുവിന് അങ്ങ് ദേഷ്യം വരികയാണ് കേട്ടോ. അങ്ങനെ സേതു പറയുകയാണ്, ഇപ്പോൾ തന്നെ ഞാൻ അവിടേക്ക് വരും, എന്നിട്ട് ആ പെണ്ണുപിള്ളയുടെ മുഖത്ത് നോക്കിയിട്ട് എനിക്ക് കുറച്ച് കാര്യങ്ങൾ പറയാനുണ്ട് എന്ന് പറയുമ്പോൾ അത് വേണ്ട സേതുവേട്ടാ, ഇപ്പോൾ അവരോട് ഒന്നും പറഞ്ഞിട്ട് ഒരു കാര്യവുമില്ല, എൻ്റെ ഭാഗത്തുള്ള നിരപരാധിത്വം എനിക്ക് തെളിയിക്കണം, എന്നിട്ട് എൻ്റെ സൂര്യയെ പുറത്തു കൊണ്ടുവരികയും ചെയ്യണം. എൻ്റെ സൂര്യയോട് ആരാണ് ഈ ചതി ചെയ്തതെങ്കിൽ അവരെ ഞാൻ പുറത്ത് കൊണ്ടുവരിക തന്നെ ചെയ്യും എന്നൊക്കെ പറയാട്ടോ. അങ്ങനെ ഒരു കാര്യം ചെയ്യും, എന്തായാലും വല്യച്ഛനോടും വല്യമ്മയോടും ജയനിർമ്മല ആൻറ്റി ഇങ്ങനെ പറയുന്നത് ഒന്ന് വിളിച്ചു പറയണം, എന്നിട്ട് അവർ തന്നെ ആൻറ്റിക്ക് വിളിച്ചിട്ട് സത്യം എന്താണെന്നുള്ളത് വിളിച്ചു പറയണം, അപ്പോഴെങ്കിലും ആൻറ്റി വിശ്വസിച്ചെങ്കിലോ എന്ന് പറയുമ്പോൾ അതൊരിക്കലും വല്യച്ഛനും വല്യമ്മയും ചെയ്യില്ല ഭാവന, കാരണം അവർക്ക് നിന്നോട് അത്രയ്ക്ക് ദേഷ്യമാണ്. അല്ല സേതുവേട്ടാ, വല്യച്ഛനും വല്യമ്മയും ഇപ്പോൾ
ഒരുപാട് മാറിയിട്ടുണ്ട്, എന്തോ എനിക്ക് അങ്ങനെ തോന്നുന്നില്ല എന്നും പറഞ്ഞ് സേതുവിന് തീരെ വിശ്വാസമാവുന്നില്ല കേട്ടോ. അപ്പോൾ ഭാവന പറയുന്നുണ്ട്, എന്തായാലും വല്യച്ഛനെയും വല്യമ്മയെയും ഒന്ന് അറിയിച്ചേക്ക് എന്ന് പറയാണ്. അപ്പോൾ സേതു പറയുന്നുണ്ട്, ഭാവന നീ പറഞ്ഞതല്ലേ, അതുകൊണ്ട് വല്യച്ഛനോടും വല്യമ്മയോടും ജയനിർമ്മല ആൻറ്റി ഇങ്ങനെ പറയുന്ന കാര്യം ഞാൻ വിളിച്ച് പറഞ്ഞോളാം എന്നൊക്കെ പറഞ്ഞ് ഭാവനയുടെ ഫോണ് വെക്കുകയാണ് കേട്ടോ. അങ്ങനെ ഗായത്രിയോട് പറയുന്നുണ്ട്, ഭാവന കരുതുന്നത് പോലെ ഒരിക്കലും വല്യച്ഛൻ്റെയും വല്യമ്മയുടെയും സ്വഭാവം മാറുകയില്ല. ഭാവനയ്ക്ക് എത്രത്തോളം കഷ്ടപ്പാടുണ്ടോ അത് അവരെ സന്തോഷിക്കുക മാത്രമാണ് ചെയ്യുകയുള്ളൂ എന്ന് പറയുമ്പോൾ അതൊന്നുമില്ല. ഇപ്പോൾ വല്യച്ഛൻ്റെയും വല്യമ്മയുടെയും സ്വഭാവത്തിൽ നല്ല വ്യത്യാസമുണ്ട് എന്ന് ഗായത്രി പറയാണ്. അടുത്ത സേതു വല്യച്ഛനെയും വല്യമ്മനെയും വിളിച്ചിട്ട് കാര്യം പറയുകയാണ് കേട്ടോ. ജയനിർമ്മലൻ ഇങ്ങനെ കാര്യങ്ങൾ ഭാവനയെ കുറ്റപ്പെടുത്തുന്നതും 10 കോടി രൂപ പോയത് ഭാവനയാണ് എടുത്തത്, അവളെ കള്ളിയാക്കാനാണ് അവരുടെ ശ്രമം, വല്യച്ഛൻ്റെയും വല്യമ്മയുടെയും വീട് തിരിച്ചു തന്നത് ഭാവന പൈസ കൊടുത്തിട്ടാണ്, അങ്ങനെയാണ് നിങ്ങൾക്ക് ആ വീട് കിട്ടിയത് എന്നൊക്കെ പറഞ്ഞിട്ടാണ് ആൻറ്റി ഭാവനയെ കുറ്റപ്പെടുത്തുന്നത് എന്നൊക്കെ പറയാം കേട്ടോ. അങ്ങനെ വല്യച്ഛനും വല്യമ്മയും ഇക്കാര്യം അറിഞ്ഞതോടുകൂടി അവർ ജയനിർമ്മലയ്ക്ക് വിളിക്കുകയാണ് കേട്ടോ. എന്നിട്ട് പറയുകയാണ്, നീ ഒരു കാര്യം മനസ്സിലാക്കിക്കോ ജയനിർമ്മല, ഭാവന ഒരിക്കലും ഒരാളുടെയും മുതലെടുക്കുകയോ അത് ആഗ്രഹിക്കുകയോ ചെയ്യുകയില്ല. ഭാവനയെ കുറ്റപ്പെടുത്തി നീ സംസാരിക്കരുത്. പിന്നീട് സത്യങ്ങളെല്ലാം തെളിയുമ്പോൾ നീ പറഞ്ഞ വാക്കുകളൊന്നും തിരിച്ചെടുക്കാനും കഴിയില്ല. ഞങ്ങളുടെ വീട് തിരികെ പിടിച്ചു തന്നത് ഭാവന, പക്ഷേ അത് പൈസയൊന്നും കൊടുത്തിട്ടൊന്നുമല്ല. ഞങ്ങൾക്ക് നിങ്ങളുടെ 1 രൂപ പോലും ആവശ്യവുമില്ല. ഭാവനയെ കള്ളിയാക്കിയാൽ നോക്കിയാലുണ്ട്. ഭാവനയെ ഇപ്പോൾ അങ്ങനെ കള്ളിയാക്കാൻ ആരും ശ്രമിക്കേണ്ട, ഞങ്ങളുണ്ട് അവൾക്കൊപ്പം എന്നൊക്കെ വല്യച്ഛൻ ജയനിർമ്മലയോടും സേതുവിനോടൊക്കെ പറയുന്നുണ്ട്. അങ്ങനെ ജാനകി ഫോണിൽ സംസാരിക്കുന്നുണ്ട്, ഭാവനയുടെ സ്വഭാവത്തെക്കുറിച്ച് നിനക്ക് നന്നായിട്ട് അറിയാവുന്നതല്ലേ ജയ, പിന്നെ എന്തിനാണ് നീ അവളെ കുറ്റപ്പെടുത്തി സംസാരിക്കുന്നത്? അവൾ ആരുടെയും 1 രൂപ പോലും ആഗ്രഹിക്കുകയോ അത് സ്വന്തമാക്കാൻ ഇഷ്ടപ്പെടുകയോ അത് എടുക്കുകയോ ചെയ്യാത്തവളാണ്. ഇതെല്ലാം അറിഞ്ഞുകൊണ്ട് നീ അവളെ 10 കോടി രൂപ ഭാവന എടുത്തു എന്ന് പറഞ്ഞാൽ ഞങ്ങളൊക്കെ കൂടി അങ്ങ് സമ്മതിച്ചു തരണ്ടേ? അവൾക്കൊപ്പം ഞങ്ങളുണ്ട് എന്ന് ജയനിർമ്മലയോട് ജാനകിയും ദേഷ്യപ്പെട്ട് പറയുന്നൊക്കെയുണ്ട് കേട്ടോ. ജാനകി പറയുന്നതൊന്നും ജയനിർമ്മലയ്ക്ക് ഇഷ്ടാവുന്നില്ല. അങ്ങനെ ജയനിർമ്മല ഫോൺ വെക്കുകയാണ് കേട്ടോ. ഫോണ് കട്ട് ചെയ്യാണ്. പിന്നീട് ഭരത്തും ഭാമയും അംബാലികയും അരുന്ധതിയും കൂടി സംസാരിക്കുകയാണ്. അപ്പോൾ അംബാലികയ്ക്ക് നല്ല സന്തോഷമാവാണ്. സൂര്യ ജയിലിൽ പോയത് അറിഞ്ഞിട്ടും ഭാവനയെ കള്ളിയാക്കാൻ ശ്രമിക്കുന്നുണ്ട് എന്നൊക്കെ കേട്ടപ്പോൾ അങ്ങനെ അംബാലിക പറയാണ്, ഭാവന ഇത്രയ്ക്ക് പെരും കള്ളിയായിരുന്നോ? 10 കോടി രൂപയൊക്കെയാണോ സ്വന്തം ഭർത്താവിൻ്റെ കയ്യിൽ നിന്നും തട്ടി എടുത്തത്? അവൾ ചില്ലറക്കാരിയല്ലല്ലോ എന്നൊക്കെ പറഞ്ഞ് കുറ്റപ്പെടുത്തും. അംബാലിക ഭാവനയെക്കുറിച്ച് കുറ്റപ്പെടുത്തി സംസാരിക്കുമ്പോൾ ഭാമയ്ക്കും ഭരത്തിനൊക്കെ അത് വിശ്വാസമില്ലാത്ത പോലെ ആവുന്നുണ്ട്. ചേച്ചിയെക്കുറിച്ച് നന്നായിട്ട് അറിയാവുന്നവരായതുകൊണ്ട് തന്നെ ഭാമ മനസ്സിൽ ചിന്തിക്കുന്നുണ്ട്, ചേച്ചി ഒരിക്കലും അങ്ങനെ ചെയ്യില്ല, ചേച്ചിയുടെ സ്വഭാവം ഞങ്ങൾക്ക് ശരിക്കും അറിയാവുന്നതാണ്. പക്ഷേ അംബാലിക ആൻറ്റി പറയുന്നത് പോലെ ചേച്ചിയോടുള്ള ദേഷ്യം അംബാലിക ആൻറ്റി ഇപ്പോൾ തീർക്കുന്നതാണ് എന്നൊക്കെ ഭാമ മനസ്സിൽ കരുതുന്നുണ്ട് കേട്ടോ. പക്ഷേ ഭരത് പറയുന്നുണ്ട്, 10 കോടി രൂപ ഒറ്റയടിക്ക് കിട്ടിയപ്പോൾ ചേച്ചി ഒരു പക്ഷേ അത് മോഷ്ടിച്ചത് തന്നെയായിരിക്കും. ഇപ്പോൾ അവരുടെ സ്വഭാവമൊക്കെ അങ്ങനെയല്ലേ എന്നൊക്കെ പറഞ്ഞ് അംബാലികയുടെ കൂടെ നിൽക്കുകയാണ് കേട്ടോ ഭരത്. അപ്പോൾ അരുന്ധതി പറയുന്നുണ്ട്, ഭാവനേച്ചിയെക്കുറിച്ച് ഒരിക്കലും അങ്ങനെ പറയേണ്ട ഭരത്തേട്ട, ഭാവനേച്ചി ഒരിക്കലും അങ്ങനെ ചെയ്യില്ല. ഒരാളുടെ 1 രൂപ പോലും ഭാവനേച്ചി ആഗ്രഹിക്കുകയുമില്ല, അത് തട്ടിയെടുക്കുകയുമില്ല. ഭരത്തേട്ടൻ വെറുതെ അമ്മ പറയുന്നതും കേട്ട് ഭാവനേച്ചിയെ കള്ളിയാക്കാൻ വേണ്ടി ശ്രമിക്കേണ്ട. സൂര്യേട്ടനെ ആരാണോ ചതിച്ചതെങ്കിൽ അത് ഭാവനേച്ചി കണ്ടെത്തുക തന്നെ ചെയ്യും. എന്നിട്ട് ആരാണ് ഇതിൻ്റെ പിറകിലെന്ന് ഭാവനേച്ചി കണ്ടെത്തി അവരെ പുറത്തു കൊണ്ടു എന്നൊക്കെ അരുന്ധതി അംബാലികയോടൊക്കെ ചേർന്ന് പറയുകയാണ്. അംബാലികയ്ക്കാണെങ്കിലോ ഭാവനയ്ക്കും സൂര്യയ്ക്കും ഇങ്ങനെ ഒരു അവസ്ഥ വന്നത് കേട്ടപ്പോൾ നല്ല സന്തോഷമാവുകയാണ്. അംബാലിക ഉള്ളോണ്ട് തന്നെ സന്തോഷിക്കുകയാണ് കേട്ടോ. ഭാവനയ്ക്ക് ഇങ്ങനെ ഒരു തിരിച്ചടി കിട്ടിയതിൽ അത്രയ്ക്കധികം അംബാലിക സന്തോഷിക്കുകയാണ്.